നമസ്തേ. ദശകം 30 വാമനാവതാരം ശ്ലോകം 1 വായിച്ചു. ശുക്രേണ സംയതിഹതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു കൃതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകിം ചക്രേവശേഷ തവ ചക്രമുഖാദബീത. സംയതി ശക്രേണ ഹതഃ അഭി ശുക്രേണ ജീവിതതനുഃ മഹാത്മാ സഹ ബലി. പാലാഴി മഥനത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ട മഹാബലി ശുക്രമഹർഷിയാൽ പുനർജീവിച്ച മഹാത്മാവായ ബലി. കൃതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ, യാഗം ചെയ്ത ഫലം വർദ്ധിപ്പിച്ച് ലോകപരാക്രമിയായി. തവ ചക്രമുഖാദഭീത, അങ്ങയുടെ ചക്രായുധത്തിൻ്റെ മുമ്പിലും നിർഭയനായി. ഭയനിലീനസുരാം ത്രിലോകിയും വശേ ചക്രേ, ഭയന്ന് പലായനം ചെയ്ത ദേവന്മാരുടെ ലോകമടക്കം 3 ലോകത്തിൻ്റെയും അധിപനായി. ഇവിടെ മഹാബലിയുടെ ആ പരാക്രമം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. പാലാഴി മഥനത്തിന് ശേഷം ദേവാസുരന്മാർ തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അമൃതം കിട്ടിയില്ലല്ലോ അസുരന്മാർക്ക്. അപ്പോൾ ഭയങ്കരമായ ദേവന്മാരായിട്ട് ഏറ്റുമുട്ടി. അപ്പോൾ ആ യുദ്ധത്തിൽ പ്രഹ്ലാദൻ്റെ പൗത്രനാണ് മഹാബലി. ആ മഹാബലി വധിക്കപ്പെട്ടു. ദേവേന്ദ്രൻ മഹാബലിയെ വധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം വീണ്ടും പുനർജീവിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എങ്കിലും അസുരഗുരുവായ ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവനിയാൽ പുനർജീവിച്ച മഹാബലി യാഗങ്ങൾ നടത്തി ശക്തി വർദ്ധിപ്പിച്ച് മഹാപരാക്രമിയായി കൂടുതൽ ശക്തി ആർജിച്ചു. നരസിംഹമൂർത്തിയായി അവതരിച്ച മഹാവിഷ്ണു പ്രഹ്ലാദനു നൽകിയ വരപ്രസാദത്തിനാൽ മഹാവിഷ്ണുവിൻ്റെ ചക്രായുധത്താലും താൻ വധിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പുള്ളതിനാൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യം മഹാബലിക്കില്ല. വരാഹമൂർത്തിയായി അവതരിച്ച് പ്രഹ്ലാദന് എല്ലാ അനുഗ്രഹം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയ്ക്കും ആ അനുഗ്രഹം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് മഹാബലി പ്രഹ്ലാദൻ്റെ പൗത്രനാണല്ലോ. അപ്പോൾ ആ ഭഗവാന്റെ ഒരു ഉറപ്പ്, അതായത് തന്നാൽ വധിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് മഹാബലിക്ക് ലഭിച്ചു. അതുകൊണ്ട് ദേവലോകവും ഭൂലോകവും അസുരലോകവും ബലിക്ക് അധീനനായി. സാമ്രാജ്യത്വ മോഹം ഉണ്ടായിരുന്നു മഹാബലിക്ക് എന്നാണ് ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ശ്ലോകം 2. പുത്രാർത്തിദർശനവശാദതിർവിഷന്ന തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവൃതാഖ്യം സാദ്വാദശാഹമജരത്വയി ഭക്തിപൂർണ. അതിഥി പുത്രാർത്ഥിദർശനവശാത് വിഷണ്ണ നിജപതിതം കാശ്യപം ശരണം പ്രപന്ന. ദേവന്മാരുടെ അമ്മയായ അതിഥി പുത്രന്മാരുടെ ദയനീയാവസ്ഥയിൽ ദുഃഖിതയായി ഭർത്താവായ കശ്യപ പ്രജാപതിയെ ശരണം പ്രാപിച്ചു. തദുദിതം പയോവ്രതാഖ്യം ഹി ത്വത്പൂജനം, പയോവ്രതമനുഷ്ഠിച്ച് അങ്ങയെ ആരാധിക്കുവാൻ അദ്ദേഹം ഉപദേശിച്ചു. സാ ത്വയി ഭക്തിപൂർണ ദ്വാദശാഹം അചരത്, അവൾ പൂർണ്ണഭക്തിയോടെ 12 ദിവസം പയോവ്രതം അനുഷ്ഠിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ദേവന്മാരുടെ മാതാവാണ് അതിഥി. അപ്പോൾ അതിഥിയെ സംബന്ധിച്ചിടത്തോളം ദേവേന്ദ്രനും ദേവന്മാരും ഒക്കെ തന്നെ മഹാബലിയുടെയുമായ യുദ്ധത്തിൽ പരാജയപ്പെട്ട് എവിടെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ദേവലോകം പൂർണ്ണമായും മഹാബലിക്ക് അധീനമായി. അങ്ങനെയുള്ള ഘട്ടത്തിൽ അമ്മയ്ക്കത് വളരെയധികം സങ്കടമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് മഹാബലിയെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു മകൻ എനിക്കുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കശ്യപൻ ഭർത്താവിനോട് ചോദിച്ചു, അതിനൊരു വ്രതം, ഏത് വ്രതമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? ശക്തിയോടുകൂടിയുള്ളൊരു മകൻ ഉണ്ടാവണമല്ലോ, അപ്പോൾ അതിനേത് വ്രതമാണ്? അങ്ങനെ പയോവ്രതം 12 ദിവസം ആചരിക്കേണ്ടതായ പയോവ്രതം. പയസ് എന്ന് പറഞ്ഞാൽ പാലാണ്. പാല് മാത്രം കഴിച്ചുകൊണ്ട് 12 ദിവസം ഒരു വ്രതം, അതാണ് പയോവ്രതം. മഹാബലിയുടെ ആക്രമണത്താൽ ദേവലോകം നഷ്ടപ്പെട്ട ദേവേന്ദ്രനും ദേവന്മാരും ഒളിച്ചോടിപ്പോയി. പുത്രന്മാരുടെ ദയനീയാവസ്ഥയിൽ ദുഃഖിത അതിഥി ഭർത്താവായ കശ്യപ പ്രജാപതിയോട് ദുഃഖ നിവാരണത്തിനായി അപേക്ഷിച്ചു.
12 ദിവസം നീണ്ടു നിൽക്കുന്ന പയോവ്രതം മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായി അനുഷ്ഠിക്കുവാൻ അദ്ദേഹം പത്നിയെ ഉപദേശിച്ചു. വിധിപ്രകാരം തന്നെ പൂർണ്ണഭക്തിയോടെ അതിഥി പയോവ്രതം അനുഷ്ഠിച്ചു. അടുത്ത് ശ്ലോകം 3. തസ്യാപദോ ത്വയി നിലീനമതേരമുഷ്യ ശ്യാമചതുർഭുജവപു സ്വയമാഭിരാസി നമ്രാം ചതാമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലഭന്നയാസി. തസ്യ അവതോ ത്വയി നിലീനമതേ അമുഷ്യാഹ. വ്രതം അവസാനിച്ചപ്പോൾ ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടിയവളായ അതിഥിയുടെ മുമ്പിൽ ശ്യാമഹ ചതുർഭുജ ബബുഹു ത്വം സ്വയം ആവിരാസി. നീലനിറത്തോടും 4 കൈകളോടും കൂടി അങ്ങ് സ്വയം പ്രത്യക്ഷനായി. ഇഹ നമ്രാം താം ച. ഈ സന്ദർഭത്തിൽ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്ന അവളോട് ഭവത്തനയ ഭവേയം മദീക്ഷണം ഗോപ്യം ഇതി പ്രളഭൻ അയാംസി. ഞാൻ തന്നെ ഭവതിയുടെ മകനായി അവതരിക്കുന്നുണ്ട്. എൻ്റെ ഈ ദർശനം ആരും അറിയരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. 12 ദിവസം നീണ്ടുനിന്ന ദ്വാദശാഹം അത് അവസാനിച്ചപ്പോൾ മഹാവിഷ്ണു തന്നെ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. വളരെ സന്തോഷമായി. ഞാൻ തന്നെ അങ്ങയുടെ മകനായിട്ട് അവതരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ തമ്മിൽ കണ്ട് സംസാരിച്ച കാര്യം രഹസ്യമായി വെക്കാനും പ്രത്യേകം മഹാവിഷ്ണു അതിഥിയോട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് ശ്ലോകം 4. ത്വം കാശ്യപേ തപസി സന്നിധദത്തദാനീം പ്രാപ്തോസി ഗർഭമതിഥേ പ്രണുദോ വിധാത്ര പ്രാസൂദജ പ്രകടവൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശി ശ്രവണപുണ്യദിനേ ഭവന്തം. തദാനി ത്വം കാശ്യപേ തപസി സന്നിധദേ അതിഥേ ഗർഭം പ്രാപ്തഃ അസി. പിന്നീട് അങ്ങ് കാശ്യപൻ്റെ തപശക്തിയാൽ സന്നിധാനം ചെയ്ത് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. വിധാത്ര പ്രണുതഃ. ബ്രഹ്മാവ് അങ്ങയെ പുകഴ്ത്തി. സാ പ്രകട വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം. അതിഥി പവിത്രമായ വൈഷ്ണവരൂപം വ്യക്തമാക്കുന്ന അങ്ങയെ ദ്വാദശീ ശ്രവണ പുണ്യദിനെ പ്രാസൂതജ. ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തിൽ പ്രസവിച്ചു. ഇവിടെ വാമനാവതാര സന്ദർഭമാണ് പറയുന്നത്. മഹാവിഷ്ണു കാശ്യപ മഹർഷിയുടെ തപശക്തിയാൽ സന്നിവേശിച്ച് അതിഥിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. ബ്രഹ്മാവിതറിഞ്ഞ് മഹാവിഷ്ണുവിനെ പുകഴ്ത്തി. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തിൽ പവിത്രമായ വൈഷ്ണവരൂപം വ്യക്തമാക്കുന്ന ഭഗവാനെ അതിഥി പ്രസവിച്ചു. തിരുവോണത്തിൻ്റെ ആദ്യകാലംശം അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നു. തിരുവോണം തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു 15 നാഴിക അഭിജിത്ത് മുഹൂർത്തം എന്നാണ്. ആ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് വാമന അവതാരം നടന്നത്. ഈ സമയത്ത് തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരം. ഇവിടെ അല്പം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഓണം മലയാളികൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആചരിക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ ആചരണം ശരിയാണോ എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. തിരുവോണം വാസ്തവത്തിൽ മഹാബലിയുടെ ദിവസമായിട്ടാണ് പലരും കൊണ്ടാടുന്നത്. അത് ശരിയല്ല. അത് വാമന ജയന്തിയാണ്. എങ്ങനെയാണോ ശ്രീകൃഷ്ണ ജയന്തി അതുപോലെ മറ്റുള്ള ദേവന്മാരുടെ ജയന്തി നമ്മൾ ആചരിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം വാമന ജയന്തിയായിട്ട് ഈ തിരുവോണം എന്ന് പറയുന്ന ദിവസം ആചരിക്കേണ്ടത്. കേരളീയർ ആഘോഷിക്കുന്ന ചിങ്ങമാസത്തിലെ ഓണം വാസ്തവത്തിൽ വാമന ജയന്തിയാണ്. തിരുവോണം മഹാവിഷ്ണുവിൻ്റെയും തിരുനാളാണ്. അന്നേ ദിവസം പ്രഭാതത്തിൽ ഭക്തന്മാർ കുളിച്ച് ശുദ്ധമായി വിഷ്ണു ക്ഷേത്രത്തിലോ വാമനമൂർത്തി ക്ഷേത്രത്തിലോ ദർശനം നടത്തേണ്ടതാണ്. വീടുകളുടെ മുറ്റത്ത് വളരെ വലുപ്പത്തിൽ വാമനമൂർത്തിയായ മഹാവിഷ്ണു എതിരേൽക്കാൻ പൂക്കളം ഒരുക്കണം. അന്നേ ദിവസം മഹാഭാഗവത്തിലെ വാമനാവതാര ഭാഗവും നാരായണ കാവ്യത്തിലെ ഈ ദശകവും 30ാമത്തെ ദശകവും അടുത്ത ദശകവും അതായത് 31ാമത്തെ ദശകവും പാരായണം ചെയ്യേണ്ടതാണ്. മത്സ്യം, മാംസം, മുട്ട, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ ചിങ്ങമാസത്തിലെ വാമന ജയന്തി ദിവസമായ ഓണത്തിന് എല്ലാവരും വർജിക്കേണ്ടതാണ്. സനാതനധർമ്മ വിശ്വാസികളോടും കൂടി ഉപദേശം നൽകുകയാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തി സാത്വികമായ സസ്യാഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ. അന്നേ ദിവസം ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സസ്യഭക്ഷണം തയ്യാറാക്കി ഒരു നാക്കിലയിൽ അടുക്കളയിൽ തന്നെ നിലവിളക്കിൻ്റെ മുമ്പിൽ അവ വിളമ്പണം. അതിനുശേഷം മാത്രമേ എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. വാമനമൂർത്തിക്ക് വേണ്ടി ആദ്യം വിളമ്പണം നടത്തും.
ഭക്ഷണത്തിന് മുമ്പായി വാമനാവതാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന നാരായണീയത്തിലെയോ മഹാഭാഗവത്തിലെയോ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്കാണ് വാമനമൂർത്തി അവതരിച്ചത്. അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കണം. ഒരു 12-1 മണിയുടെ ഇടയിൽ ഈ ഓണസദ്യ കഴിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ശ്ലോകം 5. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരഗണേ കൃതകുത്തുര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതിനുദ പൃഥിവ്യാം ത്വത്തക്ഷണേ ത്വം തക്ഷണേ പടുതമം വടുരൂപമാധാമ. സുരകുലേ ഹർഷാകുലേ ഘൃതതുര്യഘോഷേ. ദേവന്മാർ വളരെയധികം സന്തോഷിച്ച് പെരുമ്പറ മുഴക്കി. പുഷ്പവർഷയിതം പുണ്യാശ്രമം അഭിവർഷതി. കാശ്യപ പുണ്യാശ്രമത്തിൽ പുഷ്പവൃഷ്ടി നടത്തി. അഞ്ജലിയും ബദ്ധ്വാ ജയ ജയ ഇത് വിദ്യഭ്യാം നുതത്വം. ജയിച്ചാലും ജയിച്ചാലും എന്ന് തൊഴുകയോടെ മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെട്ട അങ്ങ് തൽക്ഷണേ പടുതമം വടുരൂപം മാധ. ഉടനെ ബുദ്ധിപൂർവമായ ബ്രഹ്മചാരി വേഷം സ്വീകരിച്ചു. അത് ആ വരവേൽക്കാണ് ഭഗവാന്റെ അവതാരത്തെ എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. നമസ്തേ.